നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വലിയ വാർത്തയാണ് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കും. PSC പ്രായപരിധി വർദ്ധിപ്പിച്ചില്ലേ 4 വർഷം. അപ്പോ പെൻഷൻ പ്രായവും 4 വർഷം വർദ്ധിപ്പിച്ച് 60 ഏകീകരിക്കും. ഇങ്ങനെയുള്ള വാർത്തകൾ. ചില ആൾക്കാർ പറയുന്നത് സെക്രട്ടേറിയറ്റിന്റെ അകത്തളങ്ങളിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന ചാനലുകാരുണ്ട്. ഒരു ചാനൽ പറഞ്ഞിരിക്കുന്നു, വിരമിക്കൽ പ്രായം 60 സർക്കാർ, ജീവനക്കാർക്ക് ലാഭമോ നഷ്ടമോ. ഇതൊക്കെയാണ് ഹെഡിങ്, തമ്പനയിൽ കൊടുത്തിരിക്കുന്ന ഇതൊക്കെയാണ്. ഇപ്പൊ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിച്ച ഒരു വാർത്തയാണ് സത്യത്തിൽ ഇത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒന്ന് സംഭവിച്ചാൽ അതിനെ ബാധിക്കുമല്ലോ എന്ന് ഞാൻ ഇപ്പൊ പറയാൻ പോവാണ്. LGS, LDC, LP, UP, ഹൈസ്കൂൾ അധ്യാപകരെ ഒക്കെ ഇത് അവരുടെ നിലവിലുള്ള ലിസ്റ്റുകളെ ഒക്കെ ഇങ്ങനെ സംഭവിച്ചാൽ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് മാത്രമല്ല, ഇപ്പോ തന്നെ LP, UP റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 1 വർഷം ആകാനായി. പക്ഷേ LP, UP റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് ഇതേവരെ ഒരു ഉദ്യോഗാർത്ഥിയെ പോലും നിയമിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഉദ്യോഗാർത്ഥികൾ എങ്ങനെ നിയമിക്കും, എന്തുകൊണ്ട് നിയമിക്കുന്നില്ല, എന്ന് നിയമിക്കും, ജൂണിൽ വരുമോ എന്നൊക്കെ അതിനെപ്പറ്റി വീഡിയോ ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഈ ഈ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ഭയങ്കര ടെൻഷനിലാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരം ഒരു വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നത്. ഇനി സത്യത്തിൽ ഈ PSC ലിസ്റ്റുകളിൽ കടന്നുകൂടാൻ പലരാണ്. PSC ലിസ്റ്റുകളിൽ കടന്നുകൂടിയവര് ടെൻഷൻ അടിക്കുന്നു, കടന്നുകൂടാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവരുണ്ട്, പഠനം തുടങ്ങിയവരുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്തകൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, മാനസികമായി തകർത്തിക്കളയുന്ന വാർത്തകളാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇപ്പോഴ് ഈ ഗവൺമെന്റ് ഇപ്പൊ നിലവില് ഗവൺമെന്റിന്റെ അവസാന ഘട്ടമാണ്. പെൻഷൻ പ്രായം ഉയർത്തില്ല, അത് 100% ഉറപ്പാണ്. ആ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇപ്പൊ ഞാൻ ആരാന്നുള്ളത് വിഷയമല്ല, കാരണം ഞാൻ ഈ സർവീസ് മേഖലയിൽ ഒരുപാട് വിഷയങ്ങൾ നിരന്തരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിലാണ്, ഒരുപാട് കാലഘട്ടങ്ങളായിട്ട് ഇത് പല വാർത്തകളും കണ്ട ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ ഉറപ്പ് പറയുന്നത്. ഇനി ഇങ്ങനെ ഒരു പെൻഷൻ പ്രായം ഉയർത്തിയിട്ടുണ്ട്, ഞാൻ ഈ ഉറപ്പ് പറഞ്ഞതിന് ശേഷം പെൻഷൻ പ്രായം ഈ വർഷം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ ചാനൽ പ്രവർത്തനം അവസാനിപ്പിക്കും. അത്രയ്ക്ക് ഉറപ്പാണ്, അത്രയ്ക്ക് എനിക്ക് ഉറപ്പാണ്. ഈ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. പെൻഷൻ പ്രായം 60 പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെയൊന്ന് യാതൊരു കാരണവശാലും നടക്കില്ല. ഇനി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ സർക്കാർ ജീവനക്കാരുടെ ഇപ്പോഴത്തെ പെൻഷൻ പ്രായം എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ 56 വയസ്സാണ്. 1/4/2013 ശേഷം സർവീസിൽ കയറിയവരാണെങ്കിൽ, ഇത് 56 വയസ്സ് 1/4/2013 മുമ്പില് സർവീസിൽ കയറിയവരുടേതാണ്. അത് 1/4/2013 ശേഷം സർവീസിൽ കയറിയവരാണെങ്കിൽ അവരെ നമ്മൾ നാഷണൽ പെൻഷൻ സ്കീമിൽ ഉൾപ്പെട്ടവരെന്നാ പറയാ. അവർക്ക് പെൻഷൻ സ്കീം, നാഷണൽ പെൻഷൻ, അത് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് ഉള്ളതുപോലെയുള്ള പെൻഷൻ സ്കീമാണ് 1/4/2013 ശേഷം സർവീസ് കയറിയവർക്കുള്ളത്. അത് NPS എന്ന് പറയും. ആ NPS ഉള്ളവരുടെ, അല്ലെങ്കിൽ 1/4/2013 ശേഷം സർവീസിൽ കയറിയവര് റിട്ടയർ ചെയ്യുന്നത് 60 വയസ്സിലാണ്. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിഭാഗക്കാരുണ്ട്. പെൻഷൻ പ്രായം 56 ഉള്ളവരുണ്ട്, പെൻഷൻ പ്രായം 60 ഉള്ളവരും നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഈ പറയുന്ന ആൾക്കാർ പടച്ചുവിടുന്നത് എന്താന്ന് വെച്ചാല് 56 60 ആക്കുന്ന. അപ്പോ PSC പ്രായപരിധി, ഇവര് പറയാനുള്ള കാരണങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. PSCയുടെ പ്രായപരിധി 4 വർഷം കൂട്ടി, അങ്ങനെ 36 40 ആക്കി.
OBC പോലെയുള്ള കാറ്റഗറിയിൽ 39 43 അപ്പോ അങ്ങനെ ആക്കിയപ്പോൾ ഒരു വിഭാഗം വിചാരിച്ചിട്ടുണ്ട് ഇത് പെൻഷൻ പ്രായം ഏകീകരിച്ച് 60 ഒരു തട്ടിപ്പാണ് എന്ന് ഒരു വിഭാഗം വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സംഭവമേ അല്ല. അങ്ങനെ ഒരു ഒരിക്കലും അങ്ങനെയുള്ള ഒരു ചിന്താഗതിയുടെ പുറത്തല്ല ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. പ്രായപരിധി യഥാർത്ഥത്തിൽ വർദ്ധിപ്പിച്ചത് കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം കിട്ടാൻ വേണ്ടി മാത്രമാണ്. കാരണം എലക്ഷൻ ടൈമാണ്. എലക്ഷൻ സമയമാകുമ്പോൾ എല്ലാ ജനക്ഷേമ പ്രവർത്തനങ്ങളും മറ്റ് കാലഘട്ടങ്ങളിലേക്കാൾ കൂടുതൽ നടത്തുന്ന ഒരു കാലഘട്ടമാണ് ഈ എലക്ഷൻ സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക്, ഇത് ബൗണ്ടറിയിലൊക്കെ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്, അവർക്ക് ഒന്നുകൂടി പഠിക്കാനും പരീക്ഷ എഴുതാനുമുള്ള ഒരു അവസരം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ PSCയുടെ പ്രായപരിധി വർദ്ധിപ്പിച്ചത് എന്ന കാര്യം ദയവായിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കുക. ഇനി ഈ പറഞ്ഞതുപോലെ എങ്ങാനുമാണ് സംഭവിക്കുന്നത്, എന്റെ തീവ്രത ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞതുപോലെ എങ്ങാനും സംഭവിച്ചാൽ, അങ്ങനെ സംഭവിക്കൂല ഉറപ്പ്, സംഭവിച്ചാൽ 4 വർഷമാണ് കൂട്ടേണ്ടത്. എന്തൊരു വിഡ്ഢിത്തമാണ് ഇതൊക്കെ പറയുന്നത്. ഈ 4 വർഷം കൂട്ടിക്കഴിഞ്ഞാൽ ഉള്ള തീവ്രത എന്താ വിഷമം? 4 വർഷം അപ്പൊ ആരും റിട്ടയർ ചെയ്യല. ഈ 4 വർഷം ആരും റിട്ടയർ ചെയ്തില്ലെങ്കിൽ 4 വർഷം ഒഴിവുകൾ ഉണ്ടാവില്ല. അപ്പോ 4 വർഷം ഒഴിവുകൾ ഇല്ല എങ്കിൽ ഈ 4 വർഷവും പുതിയ നിയമനങ്ങളും ഉണ്ടാവില്ല. സത്യത്തില് ഇതൊരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. എത്രയും അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവുന്നില്ലേ? ഏകീകരണം എന്ന് പറയുന്ന ഒന്ന് യഥാർത്ഥത്തിൽ ഇല്ല. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാല് ഈ NPSലുള്ളവരുടെയും മറ്റേ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വാങ്ങുന്നവരും 56 60കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഈ നാഷണൽ പെൻഷൻ സ്കീമുകാർക്ക് എന്ത് മെച്ചമാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാ കാലത്തും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് 60 വയസ്സ് വരെ സർവീസ് കിട്ടുമെന്നാണ്. അപ്പൊ യാതൊരു കാരണവശാലും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വാങ്ങാൻ പോകുന്നവരെ 60ലേക്ക് എത്തിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഗവൺമെന്റും, അത് ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഒരു ഗവൺമെന്റും കാലാവധി തീരാൻ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കില്ല. കാലാവധി തീരാൻ പോകുന്ന സമയത്ത് തീരുമാനം എടുക്കില്ല, അത് ഉറപ്പാണ്. കാരണം റിട്ടയർമെന്റിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നവർക്ക് മാത്രമാണ് ഇതുകൊണ്ടുണ്ട സന്തോഷം എന്ന് പറയുന്നത്. എന്നാൽ അവരുടെ എണ്ണത്തെക്കാൾ ഈ റിട്ടയർ ചെയ്യാൻ പോകുന്നവരെ സന്തോഷിപ്പിച്ചാൽ അവരുടെ എണ്ണത്തിനേക്കാൾ 100 ഇരട്ടിയിലധികം ഉദ്യോഗാർത്ഥികൾ പുറത്തു നിൽക്കുന്നവരുണ്ട്. ഇവരെല്ലാം കൂടി ഈ ഇലക്ഷന് വോട്ട് തിരിഞ്ഞു കുത്തൂലേ? കുത്തും. അങ്ങനെ കുത്തിയാലുള്ള അവസ്ഥ എന്താ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഉറപ്പ്. കാലാവധി തീർന്ന് ഇറങ്ങാൻ പോകുന്ന ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ഡിസിഷൻ ഉണ്ടാവില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നയപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണിത്. ഇത് നയപരമായ കാര്യങ്ങളാണ്, നയപരമായ തീരുമാനം എടുക്കേണ്ട വിഷയമാണ് പെൻഷൻ പ്രായം ഉയർത്തുക എന്ന് പറയുന്നത്. അത് ഗവൺമെന്റ് എപ്പോഴും, ഏത് ഗവൺമെന്റും അങ്ങനെ തന്നെയാണ്, ഉദ്യോഗാർത്ഥികൾക്കാണ്, ചെറുപ്പക്കാർ, യൂത്തിന് മുൻഗണന കൊടുക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ 56 നിലനിൽക്കുന്നത്. വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കേരളത്തിൽ കൂടുതലായതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴും പെൻഷൻ പ്രായം 56 നിൽക്കുന്നത്. NPSലുള്ളവർ മാത്രമേ 60 എന്നതുകൊണ്ട്. പിന്നെ ഈ വാർത്തകളൊക്കെ എവിടെ നിന്നാണ് ഈ വാർത്തകളൊക്കെ വരുന്നതെന്നും കൂടി നമ്മൾ പരിശോധിക്കാം. ഈ ഇതിനെപ്പറ്റി, ഈ സിസ്റ്റത്തെ പറ്റി ഒരു ധാരണയുമില്ലാത്ത കുറെ ആൾക്കാർ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്നത് കേട്ട് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് കുറെ പേര് ഇത് പടച്ചുവിടുന്നുണ്ട്, ഇത്തരത്തിലുള്ള വാർത്തകൾ. മറ്റൊന്ന്, ഈ വർഷം റിട്ടയർ ചെയ്യുന്നവരെ, ഈ വർഷം 26 റിട്ടയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയെങ്കിലും കുറച്ചു കാലം കൂടി കടിച്ചു തൂങ്ങിക്കിടക്കാൻ ആഗ്രഹം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഈ സർവീസിന്റെ ആനുകൂല്യങ്ങളൊക്കെ പറ്റി സർവീസിൽ തുടർന്ന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയി റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ പത്രങ്ങളിൽ അവരുടെ സ്വന്തം നിലയ്ക്ക് പേടി ന്യൂസ് ഒക്കെ കൊടുക്കും.
സർക്കാരിൽ ആ ന്യൂസൊക്കെ കണ്ട് ഒരുപാട് ജീവനക്കാർ സന്തോഷിക്കും. അത് സംഘടനക്കാർ സന്തോഷിക്കും. ആ സംഘടനക്കാരൊക്കെ പിന്നെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. ചില വർഷങ്ങളിലൊക്കെ പത്രത്തിൽ പിന്നെ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് വരും. ആ ന്യൂസിന്റെ ഉറവിടം നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ അത് നീലേശ്വരത്തു നിന്നായിരിക്കും വാർത്ത. അല്ലെങ്കിൽ ചിലപ്പോൾ ചില വാർത്ത ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, നിലമ്പൂരിൽ നിന്ന വാർത്ത, പ്രാദേശിക വാർത്ത പോലെ. അപ്പോൾ പ്രാദേശിക ലേഖകന്മാരെ സ്വാധീനിച്ചിട്ട് ഇത്തരത്തിലുള്ള പെൻഷൻ റിട്ടയർമെന്റിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാര് ഇത്തരത്തിലുള്ള ന്യൂസുകൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കക്ഷി രാഷ്ട്രീയം തന്നെ, ഇലക്ഷനൊക്കെ അല്ലേ. അപ്പോൾ ആവശ്യമില്ലാതെ ഉദ്യോഗാർത്ഥികളിൽ ഭയം ജനിപ്പിക്കുക. എല്ലായിടത്തും ഒരു അധികാരം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ അധികാരം പിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഏത് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ ആവശ്യമില്ലാത്ത ഭയം ജനിപ്പിക്കുക എന്നൊരു രീതി ഇതിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ബലമായ ഒരു സംശയം. ദയവേത് ഉദ്യോഗാർത്ഥികളൊന്നും ഇത്തരത്തിലുള്ള ഒരു ഭയം വെച്ച് നടക്കേണ്ട കാര്യമില്ല. ഈ വർഷം റിട്ടയർമെന്റ് പ്രായം അത് ഏകീകരിക്കൽ ഒരിക്കൽ പോലും ഉണ്ടാവില്ല, അത് ഒരു സംശയവും വേണ്ട. ഇനി രണ്ടാമത്തത്, കേന്ദ്ര ഗവൺമെന്റിൽ പെൻഷൻ പ്രായം 60ആണ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരും എൻ പി എസുകാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ പിന്നെ എൻ പി എസുകാർക്ക് അവർ കോൺട്രിബ്യൂഷൻ നടത്തണം എന്നൊക്കെ പറഞ്ഞ് അവരെ പിന്നെ സ്റ്റാറ്റ്യൂട്ടറിയാണ് മെച്ചം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി എൻ പി എസുകാർക്ക്, അപ്പോൾ അതൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾ പറയാറുണ്ട്, എൻ പി എസിന് 4 വർഷം കൂടി അധികമുണ്ട് സർവീസ്, 60 മാത്രമേ അവർ റിട്ടയർ ചെയ്യുന്നുള്ളൂ, അതൊരു അഡ്വാൻറ്റേജ് അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവരെ സമാധാനിപ്പിക്കുന്ന ഒരു ഘട്ടം ഉള്ളത് കൊണ്ട് ഈ ഏകീകരണം എന്ന് പറയുന്ന സംഭവം ഒരിക്കലും ഉണ്ടാവില്ല. ഒരിക്കലും ഉണ്ടാവില്ല. 60 എല്ലാവർക്കും 60 ആക്കുന്ന ഒരു സംഭവം യാതൊരു കാരണവശാലും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എൻ്റെ ഒരു കാഴ്ചപ്പാടില് 2027-ലോ 2028-ലോ ഈ 56 വയസ്സ് എന്നുള്ളത് ഒരു 57 വയസ്സാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഉറപ്പല്ല, സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുൻകാലത്ത് സർവീസ് പെൻഷൻ പ്രായം കേരളത്തിൽ 55ആയിരുന്നു. അത് ഒരു വർഷം കൂട്ടി ഒന്ന് ഏകീകരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു തോമസ് ഐസക്കിന്റെ കാലത്താന്ന് തോന്നുന്നു, അത് ഒരു വർഷം കൂട്ടി 56 ആക്കി അവിടെ നിർത്തി. അപ്പൊ അതുപോലെ ഇപ്പോ ഈ പിന്നെ PSC പ്രായപരിധിയൊക്കെ വർദ്ധിപ്പിച്ചു. പെൻഷൻകാർ ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നവരൊക്കെ വളരെ ചെറുപ്പക്കാരായിട്ടാണ് പിന്നെ റിട്ടയർ ചെയ്യുന്നത്. ആയുർദൈർഘ്യം കൂടുതലാണ് എന്നൊക്കെയുള്ള വാദഗതികൾ നിലനിൽക്കുന്നത് കൊണ്ട് ഈ 56-ൽ നിന്ന് 57 ആക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് 2027-ലോ 28-ലോ നടക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം, ഒരു വർഷം കൂട്ടാനുള്ള ഒരു തീരുമാനമേ പരമാവധി വരാനുള്ള സാധ്യതയുള്ളൂ. അതിപ്പോഴല്ല, അടുത്ത ഗവൺമെന്റ് വന്നതിന് ശേഷം. അത് ഏത് ഗവൺമെന്റ് ആയാലും ശരി, ആ ഗവൺമെന്റിന്റെ തുടക്കത്തിൽ ചെയ്താലേ അതിന്റെ ഒരു സാമ്പത്തിക ആനുകൂല്യം ആ ഗവൺമെന്റിന് കിട്ടുന്നുള്ളൂ എന്നതാണ് സത്യം. ഇനിയിപ്പോ അങ്ങനെ ഒരു വർഷം കൂട്ടിയാൽ തന്നെ നമ്മൾ യുവാക്കളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ഒക്കെ കടുത്ത എതിർപ്പുകളും സമരങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും ആ സമയത്ത്. ഇനി പെൻഷൻ പ്രായം ഒരു വർഷം കൂട്ടിയെന്ന് വിചാരിച്ചോ, നമ്മൾ വിചാരിക്കും ഇത് വളരെ സുഖമുള്ള ഏർപ്പാടാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് പെൻഷൻ പ്രായം ഒരു വർഷം കൂട്ടിയെന്ന് വെക്കുക, ഒരു ജീവനക്കാരനെ അത് റിട്ടയർമെന്റ് ഒക്കെ ആകാനാവുമ്പോഴത്തേക്ക് ഒരു വർഷത്തെ ഇൻക്രിമെന്റ് ഏകദേശം 2000 രൂപ അതിന്റെ അടുത്ത് വരുന്നുണ്ട്. ആ 2000 രൂപ ഇൻക്രിമെന്റ് ഒരു വർഷം സർവീസ് കൂടുക എന്ന് പറഞ്ഞാൽ അവന്റെ അടിസ്ഥാന ശമ്പളത്തിൽ 2000 രൂപ വർദ്ധിച്ചു എന്നാണ്. മാത്രമല്ല അവന് ടോട്ടൽ സർവീസ് ഒരു വർഷം കൂടി കൂടുതലും കിട്ടി. അപ്പൊ ഈ ഒരു വർഷം കൂടി കൂടുതൽ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവന്റെ കാൽക്കുലേഷൻ മുഴുവൻ പോകുന്ന. ആ ജീവനക്കാരന്റെ കാൽക്കുലേഷൻ, പെൻഷൻ കാൽക്കുലേഷൻ, കമ്മ്യൂട്ടേഷൻ വർദ്ധിക്കും, DCRG വർദ്ധിക്കും, ലൈഫ് ലോങ് പെൻഷൻ പൂർണ്ണമായിട്ടും വർദ്ധിക്കും. ഇപ്പൊ നമ്മൾ 26 വർഷം സർവീസോടുകൂടി റിട്ടയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു വർഷം കൂട്ടിയാൽ അയാൾ 27 വർഷം സർവീസ് കിട്ടും.
അപ്പോൾ അയാൾക്ക് പിന്നീടുള്ള പെൻഷൻ ആനുകൂല്യങ്ങളുടെ കാൽക്കുലേഷൻസ് ഒക്കെ ആ 27 വർഷം വെച്ചിട്ടാണ്. ഇതുമൂലം പെൻഷൻ വർദ്ധിക്കും. വരാനിരിക്കുന്ന ഇയാൾ റിട്ടയർ ചെയ്ത് വരാനിരിക്കുന്ന എല്ലാ മാസവും ആ ആനുപാതികമായ പെൻഷന്റെ വർധനവ് അയാൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്യൂച്ചർ ലയബിലിറ്റി ഇത്തരത്തില് പെൻഷൻ പ്രായം കൂട്ടിക്കഴിഞ്ഞാൽ അത് ഭാവിയിൽ താങ്ങാൻ കഴിയില്ല എന്ന കാര്യവും നമ്മൾ ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ അതിന് മറ്റൊരു വശം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു താൽക്കാലം സർക്കാരിന് ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാവും എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇപ്പൊ ഈ വർഷം റിട്ടയർ ചെയ്യുന്ന എല്ലാവർക്കും കൂടി കൊടുക്കേണ്ട തുക 15,000 കോടിയാണ് എന്ന് വിചാരിക്കാം. അത് തൽക്കാലം ഒന്ന് തിരിമറി നടത്താൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത കൊല്ലം അവർ റിട്ടയർ ചെയ്യുമല്ലോ. അടുത്ത കൊല്ലം റിട്ടയർ ചെയ്യുമ്പോൾ ഈ 15,000 കോടി എന്ന് പറയുന്നത് അത്രയും കൊടുത്താൽ പോരാ, അവർക്കത് 18,000 കോടിയെങ്കിലും ആയിട്ടുണ്ടാവും. കാരണം എല്ലാ ജീവനക്കാരനും ഒരു വർഷം ഇൻക്രിമെന്റ് വർദ്ധിച്ചു, ഒരു വർഷം കൂടി കൂടിയപ്പോൾ. മാത്രമല്ല അതിനോടൊപ്പം അവന്റെ ടോട്ടൽ സർവീസും ഒരു വർഷം കൂടി. ഈ ടോട്ടൽ സർവീസ് വെച്ച് കൂടിയ ടോട്ടൽ സർവീസും അവന്റെ അടിസ്ഥാന ശമ്പളത്തിലുണ്ടായ വർധനവും കൂടി കൂട്ടിയിട്ടാണ് പിന്നെ പെൻഷനും ബാക്കി എല്ലാ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് താൽക്കാലിക ഒരു തിരിമറി മാത്രമേ ഉള്ളൂ. പക്ഷെ വരാനിരിക്കുന്നത് ഇതിനേക്കാളൊക്കെ ഭയാനകമായ ഒരു ബാധ്യതയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതൊക്കെ സാമ്പത്തിക വിദഗ്ധന്മാർക്ക് അറിയാം, ധനകാര്യ വകുപ്പിനൊക്കെ കൃത്യമായിട്ട് ഇക്കാര്യങ്ങളൊക്കെ അറിയാം. താൽക്കാലിക നേട്ടത്തിന് വേണ്ടി എന്തെങ്കിലും കാട്ടിയിട്ട് മുമ്പോട്ട് പോയിട്ട് നമ്മൾ ബുദ്ധിമുട്ടിലേക്കാ പോവുക എന്ന കാര്യമൊക്കെ ധനകാര്യ വകുപ്പിന് അറിയാം. അതുകൊണ്ട് ഞാൻ ഉറപ്പ് പറയാം നിങ്ങളോട്, നമ്മളിപ്പോൾ സർവീസ് കാര്യങ്ങൾ, എൻ്റെ വീഡിയോസ് മുഴുവൻ അധികവും സർവീസ് മാറ്റേഴ്സാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഒക്കെ ഡിപ്പാർട്ട്മെന്റ് ക്ലാസ്സുകൾ സർവീസ് മാറ്റേഴ്സ് ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാനിപ്പോൾ ഒരുപാട് റിവിഷൻസും ഈ പെൻഷൻ പ്രായം വർധനവും അതിൻ്റെ ചർച്ചകളും ഒക്കെ കണ്ട ഒരാളെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ദയവായിട്ട് വിശ്വസിക്കുക, നിങ്ങൾ ഊഹാപോഹങ്ങളിൽ വീഴേണ്ടതില്ല. ഇങ്ങനെ ഒരു സംഭവം ഇപ്പം നടക്കില്ല, അത് ഉറപ്പ്. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിക്കാൻ നോക്കിക്കോ. ഇത് സാധാരണ പോലെ നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമുക്കറിയാം, വെറുതെ ഒന്ന് രണ്ട് പോയിന്റ് കൂടി കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോട്ടെ. റിട്ടയർമെന്റിനെ പറ്റി പിന്നെ ഇത് ഒരു ഇതായതുകൊണ്ട് റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട് ഒരു റിട്ടയർമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ജീവനക്കാരന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന മാസത്തിന്റെ അവസാന ദിവസമായാലും റിട്ടയർ ചെയ്യും. ഇപ്പൊ മെയ് മാസം 5-ാം തീയതിയാണ് ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ അയാൾ റിട്ടയർ ചെയ്യുക മെയ് 31 ആ വർഷം. അതായത് 56 വർഷത്തിന് ശേഷം, 56 വയസ്സാണ് ഉള്ളവരെ സംബന്ധിച്ച് 56 വർഷത്തിന് ശേഷം ആ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള മാസത്തിന്റെ അവസാനത്തെ ദിവസമാണ് റിട്ടയർ ചെയ്യുക. 60 വയസ്സാണുള്ള സംബന്ധി ബാധ്യത NPS ഉള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ ആ മാസത്തിന്റെ അവസാനത്തെ ദിവസമാണ് റിട്ടയർ ചെയ്യുക. ഇനി ഏതെങ്കിലും ഒരാൾക്ക് ജീവനക്കാരനെ 1-ാം തീയതി ഡേറ്റ് ഓഫ് ബർത്ത് വന്നാൽ, ഇപ്പൊ ഏത് ദിവസമായാലും 1-ാം തീയതിയാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതെങ്കിൽ അയാൾ തലേ ദിവസം റിട്ടയർ ചെയ്യും. ഇപ്പൊ ഒരു ഉദാഹരണം, ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 1-4-2000 പിന്നെ 1990 അങ്ങനെ എന്തെങ്കിലും ആണ്, 1-4 അതായത് ഏപ്രിൽ 1 ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ അയാൾ റിട്ടയർ ചെയ്യുക തലേ ദിവസമായ മാർച്ച് 31 അങ്ങനെയും ഒന്നുണ്ട്. ഇതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് അധ്യാപകരാണ്. അക്കാദമിക കാര്യങ്ങളുടെ ചുമതലയുള്ള ആൾക്കാർ, അധ്യാപകരായിട്ടുള്ള ആൾക്കാർക്ക് ജൂലൈ 2 ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ അവർക്ക് അടുത്ത വർഷം മാർച്ച് 31 വരെ സർവീസിൽ തുടരാം. ജൂലൈ 1 ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ അവർ തൊട്ട് തലേ ദിവസം ജൂൺ 30 റിട്ടയർ ചെയ്യണം. എന്നാൽ ജൂലൈ 2 ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ അവര് യഥാർത്ഥത്തിൽ പെൻഷൻ കണക്ക് കൂട്ടാനൊക്കെ ജൂലൈ 31 വെച്ച് കൂട്ടുമെങ്കിലും അവര് സർവീസിൽ നിന്ന് പുറത്തു പോകേണ്ടത് വരുന്ന വർഷം മാർച്ച് 31 വരെ അവരെ തുടരാൻ അനുവദിക്കും. ഈ കാലഘട്ടത്തിൽ അവർക്ക് മറ്റ് സർവീസിൽ ശമ്പളം പൂർണ്ണമായിട്ട് കിട്ടും. പക്ഷെ ആ കാലഘട്ടം, ആ ജൂലൈക്ക് ശേഷമുള്ള കാലഘട്ടം പെൻഷൻ കണക്ക് കൂട്ടാൻ കൂട്ടുന്നതല്ല എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു പ്രത്യേകത ഈ പിന്നെ ആനുകൂല്യം അധ്യാപകർക്ക് ഉണ്ട്. എന്നാൽ ഒരു അധ്യാപകൻ ജൂൺ 30 റിട്ടയർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജൂൺ 15 ആയിരുന്നു.
അപ്പോൾ അയാൾ ജൂൺ 30-ന് റിട്ടയർ ചെയ്യും. അങ്ങനെയുള്ള ഒരു അധ്യാപകൻ ജൂൺ മാസത്തിൽ ആ സർവീസിൽ അയാൾ സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അയാൾക്ക് ആ മാസം സ്പെഷ്യൽ ലീവ് അനുവദിച്ച് അയാൾക്ക് മാർച്ച് 31-ന് തന്നെ വീട്ടിലേക്ക് പോകാം. പിന്നീട് അയാൾ സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന്. ഇത് ഒരു സന്ദർഭവശാൽ ഞാനിവിടെ ഈ പിന്നെ റിട്ടയർമെന്റിനെ സംബന്ധിച്ച ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടതിൽ ഒരിക്കലും ഉദ്യോഗാർത്ഥികളെയോ പിന്നെ ചെറുപ്പക്കാരെയോ ഒന്നും യൂത്തിനെ സന്തോഷിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ വേണ്ടി ചെയ്ത വീഡിയോയേ അല്ല. ഞാൻ ഈ പിന്നെ ചാനലുകളിലൊക്കെ ഇത്തരത്തിൽ ഇതാ കൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരിക്കലും ശുദ്ധ അസംബന്ധം പറഞ്ഞത് കണ്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. യഥാർത്ഥ വസ്തുത നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കണം, പറയണം എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. എൻ്റെ വീഡിയോസ് പിന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചുള്ള സർവീസ് മാറ്റേഴ്സ് ആണ്, ഞാൻ പറഞ്ഞല്ലോ. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.